ഇതിലത്തെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരും. പാർട്ടി അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് രാജിവെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ്. പൊതുസമൂഹം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഏതെങ്കിലും യോഗം ചേരട്ടെ കാത്തിരിക്കൂ എന്നല്ലല്ലോ പറഞ്ഞത്. ആരും ന്യായീകരിക്കാൻ രംഗത്ത് വന്നില്ലല്ലോ. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടക്കം ഇന്ന് പറഞ്ഞത് പരാതി വരാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ നിയമ സംവിധാനം ആ വഴിക്ക് പൊക്കോട്ടെ. ഞാൻ പറയുന്നത് കോൺഗ്രസ്സിലാരും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പാലക്കാട് തോറ്റുപോകുമായിരുന്നു. ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് എങ്ങനെയാണ്? ആ ഭൂരിപക്ഷത്തിന് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കോൺഗ്രസ് രാഷ്ട്രീയമല്ലേ. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിൽ വ്യക്തികളെ വിടൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു എന്നത് മാറ്റി നിർത്തൂ, സരിൻ തോറ്റു എന്നുള്ളത് മാറ്റി നിർത്തൂ. എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ ജയിച്ചു എന്നുള്ളതല്ലേ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും എൻ്റെ സുഹൃത്ത് പി സരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം എൻ്റെ വളരെ അടുത്തൊരു അനിയനായ സുഹൃത്താണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുക, 42 വർഷം പത്രപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് കോൺഗ്രസ് ആകാൻ പാടില്ലെന്ന് സരിൻ എന്നാണ് മനസ്സിലാക്കിയത്. അതവിടെ നിൽക്കട്ടെ, അതവിടെ വേറെ വിഷയമാണ്. പത്രപ്രവർത്തന രാഷ്ട്രീയമുണ്ട്, അത് യാതൊരു സംശയമില്ല. എനിക്ക് പക്ഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചർച്ചയിലും പങ്കെടുക്കാറുള്ളൂ. അത് ഡോക്ടർ സരിന് പറയും. അതവിടെ നിൽക്കട്ടെ, നമ്മൾ തമ്മിൽ വളരെ നല്ല സൗഹൃദമാണ്, അവിടെ നിന്നോട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നോക്കൂ ഗോപികൃഷ്ണൻ, നമ്മൾ ഇതിന് മുൻപുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ സാഹചര്യം നമ്മളിങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? മുകേഷ് MLA ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് പറയാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്നു എന്നൊരു ആരെങ്കിലും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എനിക്കിതിനെ ന്യായീകരിക്കാൻ ഇഷ്ടമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറ്റിയ അപഭ്രംശങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പാർട്ടിക്ക് ക്ഷീണമായി, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്.